സോ ഹായ് ബോയ്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വ്ളോഗ് അല്ല ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനാ ഇവിടെ വന്നതെന്ന്. അർജുൻ പോലെ ചെയ്യാൻ മടിക്കുന്നത്, അതും ഏറ്റവും വെറൈറ്റി ആയിട്ടൊരു കണ്ടന്റ് ചെയ്യാൻ വന്ന ഫുഡ് ചാലഞ്ച്. സോ അർജുനെ പോലെ നാട് തണ്ടി സെലക്ട് ചെയ്യുകയല്ല, നമുക്ക് ആരും ഇല്ലായിരുന്നു ബോയ്സ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരെ തന്നെ വിളിക്കേണ്ടി വന്നു. ജെയിംസ് എന്തൊക്കെയുണ്ട്? സോ ഇവൻ ആദ്യമായിട്ട് കാനഡ വന്നപ്പോൾ ഞാൻ പരിചയപ്പെട്ട. ഇവനെ മേടിക്കേണ്ടി വന്നു. അത്യാവശ്യം കഴിക്കുന്ന ടൈപ്പ് ആണ്. കഴിക്കുമല്ലോ, ആണും കടത്തില്ല. സോ എൻ്റെ ഫസ്റ്റ് വീഡിയോ തന്നെ ഇവൻ തന്നെ ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. അപ്പൊ നീ ഫ്രീ ആയിട്ട് ചെയ്യണ്ട. നീ ഇതിലുള്ള ഫുൾ മെനു ഇവിടുത്തെ ആഹാ സൗത്ത്, ട്രൂലി സൗത്ത്, ഓക്കെ, ഫുള്ള് സൗത്ത് ഇന്ത്യൻ ഡിഷസ് ആണ്. അവരുടെ ഡിഷസ് ഫുള്ളും നീ കംപ്ലീറ്റ് ചെയ്താ $100 ആണ് കിട്ടാൻ പോകുന്നത്. ഫുൾ മെനു ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്താ. ഇപ്പോഴല്ല, അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്താ. നീ പകുതിയാണ് കംപ്ലീറ്റ് ചെയ്തെങ്കിൽ നിനക്ക് $50 കിട്ടും. ഓക്കെ, നമ്മൾ ഡോളേഴ്സിനെ പിടിയുള്ളൂ, നാട്ടിലെ പോലെ റുപ്പീസ് അല്ല. ഓക്കെ, അകത്തോട്ട് പോവാ. സോ ബോയ്സ്, ഫുൾ മെനു ഏകദേശം 20 കൂടുതൽ ഐറ്റംസ് ഉണ്ട്. ഒരു മനുഷ്യന് പറ്റത്തില്ല അത്രയും കൂടുതൽ കഴിക്കാൻ. ഇവൻ എന്തായാലും പറ്റത്തില്ല. സോ ഞാൻ ഇവന് ഈസി ആയി കൊടുക്കാൻ വേണ്ടി 20 ക്യാപ്പ് വെച്ചിരിക്കുന്നത്. ഫുൾ മെനു 20, ഹാഫ് മെനു 10. സോ ഇവന് 20 ഐറ്റംസ് കഴിച്ചാൽ $100 ജയിച്ചുകൊണ്ട് പോകും. ഓക്കെ, 10 എണ്ണം കഴിച്ചാൽ 50. സോ നിനക്ക് ഓർഡർ ചെയ്യണോ? രണ്ടാമായിട്ട് ഒരു 10 ഐറ്റം ഓർഡർ ചെയ്യട്ടെ? ഓർഡർ ചെയ്യട്ടെ. നിനക്ക് അങ്ങനെ ഉപ്പ് വേണം അങ്ങനെ ഒന്നുമില്ല, എല്ലാം എൻ്റെ പുറത്താണ്. സോ ഇത്ര അഹങ്കാരം ഉള്ളതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ 10 ഐറ്റം, അതും സ്പെഷ്യൽ ഐറ്റംസ് ഓർഡർ ചെയ്യാം. സോ ഇഷ്ടമുള്ള എന്താ വെച്ചാൽ ഓർഡർ ചെയ്തോ. 20 എത്ര വേണമെങ്കിലും ഓർഡർ ചെയ്യാം. എന്ത് വേണമെങ്കിലും. എനിക്ക് ഈ മെനുവിനകത്തുള്ളത് എന്തുകൊണ്ട് ഓർഡർ ചെയ്യാം. ഓക്കെ, നോൺ വെജ് ചോദിച്ചത് വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ്. ഓക്കെ, can I get this one? The Junnu. It's very special dessert in our restaurant. Yeah, okay, take that one and gulab jam. Yes. ഓക്കെ, And these two as well. Yeah. അത് ഓവർ മധുരമായി പോയില്ലേ? അവൻ ഫുൾ ഡെസേർട്ട് 4 ഐറ്റം ഉണ്ടായിരുന്ന ഫുൾ ഡെസേർട്ട് ഓർഡർ ചെയ്തു. വാട്ട്സ് ദ ട്രൂ സ്പെഷ്യാലിറ്റി? Okay, so coming to idlis, so our famous idli is ghee podi idli. It's very famous. Coming to vada, try our sambar vada. You get like vadas directly dipped in the sambar. The sambar is very special here. Okay. And coming to specials, try our Mysore bonda. The electric bondas, it will be very fluffy and very soft. Okay. It's a best seller here. So coming to Indian meals, try our puri and You will take the gunpowder, Mysore one, and the rest you told. Okay. Yes. 10 items. 20 items. ഇല്ല, 10 ഐറ്റം. സോ ആദ്യം നമ്മൾ 10 ഐറ്റം എടുക്കുമായിരിക്കും. അവന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അടുത്ത 10 ഐറ്റം ഓർഡർ ചെയ്യും, അല്ലെങ്കിൽ അവിടെ വെച്ച് നിൽക്കും. സോ ഇനീഷ്യലി 4-5 ഫുഡ് വന്നിട്ടുണ്ട്. റെഡിയല്ലേ നീ? തുടങ്ങാം. എന്ത് വെച്ചാൽ തുടങ്ങുന്ന മുമ്പേ 1 മണിക്കൂർ സമയമുണ്ട്, അത് പറയാൻ വിട്ടുപോയി. 1 മണിക്കൂർ. ഓക്കെ, തുടങ്ങിക്കോ. പിന്നെ കഴിക്കുന്നത് അറിയാലോ എന്തുവാണത്, റൂൾസ് എല്ലാം. ഓക്കെ, തീർന്നോ? ഗണപതിക്ക് കുറച്ച് നേരം തുടങ്ങിക്കോ. മിക്സ് മാച്ച് ചെയ്ത് കഴിക്കാൻ നോക്കുവാണ് ഇവൻ, അല്ലാതെ സിംഗിൾ ഫുഡിൽ പിടിച്ചു വയ്ക്കുന്നില്ല. അവൻ പല ഫുഡ് ഒരുമിച്ച് ട്രൈ ചെയ്യാൻ നോക്കുക. ദോശയായതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അത്ര പാടുപെടുമെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. പെട്ടെന്ന് തീരും. സമയം ഇപ്പം 5:37 അപ്പം നമുക്ക് അടുത്ത 6:40 ആകുമ്പോൾ ചാലഞ്ച് ഇവിടെ ക്ലോസ് ചെയ്യാം. എപ്പോഴാണ് പ്രതീക്ഷിച്ചായിരുന്നു ഇങ്ങനെ ഫുഡ് കഴിക്കാൻ പറ്റുമെന്ന്? സോ ഫസ്റ്റ് ഐറ്റം ഏകദേശം കംപ്ലീറ്റ് ആകാറായിട്ടുണ്ട്. 2-3 ബൈറ്റും കൂടെ എടുത്താൽ അവൻ്റെ ആദ്യത്തെ MLA ദോശ കംപ്ലീറ്റ് ആകുന്നതായിരിക്കും. സോ ഫസ്റ്റ് ഐറ്റത്തിൻ്റെ ലാസ്റ്റ് ബൈറ്റ്. സോ MLA ദോശ കംപ്ലീറ്റ് ആയി. ഇനി അടുത്തേതാണ് പോകുന്നത്. മറ്റേ സാധനം റൗണ്ട് പോലത്തെ സാധനം, അതിൻ്റെ പേരെന്തോ ഉണ്ടായിരുന്നു. അത് ആന്ധ്രാപ്രദേശ് നല്ല ഫേമസ് ആയിട്ട് കിട്ടുന്ന സാധനമാണ്. അത് ഇവിടെ ആയതുകൊണ്ട്, ആന്ധ്ര ഡിഷസ് മെയിൻലി ഇവിടെ കിട്ടുന്നതുകൊണ്ടും, ഇത് സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ടും ആൻഡ് ഫുള്ളി വെജിറ്റേറിയൻ ആയതുകൊണ്ടും നല്ല ടേസ്റ്റാണ്. എനിക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയതുള്ളൂ. അകത്ത് പോയപ്പോൾ ഭയങ്കര സോഫ്റ്റ് ആണോ? ഓ, ഇതൊക്കെ അവൻ നിസ്സാരമായിട്ട് ചെയ്യുക, കാരണം അത് കണ്ടാൽ തന്നെ അറിയാം ഭയങ്കര ഫ്ലഫിയാണ്. അത് പെട്ടെന്ന് പോകും. രണ്ടാമത്തെ ഐറ്റവും ഏകദേശം കംപ്ലീറ്റ്. നൗ ലെറ്റ്സ് ഗോ. അടുത്തേതാ? ചേച്ചി ചെറുതൊന്നും ഇല്ലായിരുന്നു. ഓക്കെ ബൈസ്, ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. 5 അല്ല 37 തുടങ്ങിയതാണ്. ഇപ്പോൾ 5 മിനിറ്റ് ആകാറായി. അവൻ 2 ഐറ്റം ഓൾറെഡി തീർത്തു. ഈ സ്പീഡിൽ പോയതൊന്നും എൻ്റെ പോക്കറ്റ് നല്ലപോലെ കാലിയാക്കും. എടാ, ഇത് ഇന്ത്യൻ റുപ്പീസ് അല്ല, $10 ആണ്. വില കൂടുതല. എല്ലാവരും കുഴപ്പമില്ല ബോയ്സ്. പോയാലെന്താ, ഒരു ചാലഞ്ച് കംപ്ലീറ്റ് ആയി. ഞാൻ അർജുനെ പോലെയല്ല, ഇത് ഫുള്ളും കംപ്ലീറ്റ് ആകുന്ന എനിക്ക് അങ്ങനത്തെ ഒരു കണ്ടസ്റ്റൻ്റ് എടുത്തിരിക്കുന്നു. ഹാഫ് മെനു എന്ന് പറഞ്ഞാൽ ഹാഫ് മെനു അവൻ തീർത്തിരിക്കും. ഇതിപ്പം കഴിക്കുന്നത് മൈസൂർ ഇവിടുത്തെ സ്പെഷ്യൽ ദോശയാണ്. നല്ല ഇത് ഉണ്ടാക്കുന്നതായിരിക്കും നിങ്ങൾ അകത്ത് കണ്ടത്. നല്ല ടേസ്റ്റിലാണ് ഉണ്ടാക്കുന്നത്. ആ ചേട്ടൻ ആ മസാല സ്പ്രെഡ് ചെയ്യുന്ന കണ്ടപ്പോൾ തന്നെ ഏത് ഇത് രണ്ടും കഴിക്കുമ്പോൾ വേറെ അറിയോ?
$50 മറക്കല്ലേ. നീ ഇവിടെ കനഡ ഹിസ്റ്ററി ആണ്, നീ അത് മനസ്സിലാക്ക്. ആദ്യമായിട്ട് കനഡയിൽ പിടിച്ചാൽ നീ ആരാ 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 ആര് നീ ആയിരിക്കണം അവരുടെ ട്രേഡ് മാർക്ക്. എന്ത് പറ്റി? ഇതൊരു വെറൈറ്റി സാധനം കേട്ടോ. മുളകിന്റെ അകത്ത് ഉള്ളിയും ഐറ്റംസ്. ബജ്ജിയാണ്, മുളക് ബജ്ജി. വെജിയുടെ അകത്ത് ബജ്ജിയുടെ അകത്ത് മുളക് ബജ്ജിയാണ്. കാനഡ ആയത് ചെക്കൻ 5-8 വർഷമായിട്ട്, അതുകൊണ്ട് അറിയത്തില്ല നാട്ടിൽ ഇത് കിട്ടി വരുന്നുണ്ടെന്ന്. ഇതെന്തായാലും കഴിച്ചു. 5% വയറ് നടന്നിട്ടുള്ളൂ. ഇപ്പോഴും ഉണ്ട് 95% സ്പേസ്. ചെക്കൻ ഇതിനു വേണ്ടി രാവിലെ തൊട്ട് ഒന്നും കഴിക്കാതെ വന്നിരിക്കും. അറിയാം, പുതിയ ഐറ്റം വന്നിട്ടുണ്ട് ടേബിളിലേക്ക്. അതാണ് ബിസ്മില്ലാ ബാത്ത്. അങ്ങനെ എന്തായിരുന്നു? അത് വേണ്ടായിരുന്നു. നീ ഓർഡർ ചെയ്തേ. മെനുവിൽ ഇങ്ങനെ ടിക്കറ്റ് പോകുമ്പോൾ ആലോചിച്ച് വെച്ചായിരുന്നു ഇങ്ങനെയൊക്കെ വരുമെന്ന്. സപ്പോസ് അവൻ ഓർഡർ ചെയ്ത ഐറ്റം അവനിപ്പോൾ വേണ്ടെന്ന് തോന്നുവാണ് കണ്ടിട്ട്. പേര് കേട്ടപ്പോൾ 5 അങ്ങനെ എടുത്ത. അതാണ് അവൻ്റെ പേരിൽ വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ അവൻ്റെ ഒഫീഷ്യലി കുറച്ച് സാധനം കൂടെ ബാക്കിയുണ്ട്. ഇതും വേണമെങ്കിൽ മുളക് വെജിയുടെ സൈഡിൽ വെക്കുന്നതാണ്, ചമ്മന്തി പോലത്തെ സാധനം. ബോയ്സ് ഇത് അലൗ ചെയ്ത് കൊടുത്തേക്കാം. ഇത് എന്ന് വെച്ചാൽ കുറച്ച് അതിന് പൊരി അങ്ങനത്തെ ഐറ്റംസ്, സബോളയും പൊരിയൊക്കെ ഇത് കഴിക്കാനേ ഉള്ളായിരുന്നു ഒരു വൈറ്റൊക്കെ. എന്നാലും കുഴപ്പമില്ല. അടുത്ത ഞാൻ ഒരു തവണ ഇടുന്നുണ്ട് ഫുഡ് ചാലഞ്ചിന് കഴിക്കണം. സോ അങ്ങനെ 3 ഐറ്റം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 4ാമത്തെ ഐറ്റം പോവുക. ഇവനത് ആദ്യം മാറ്റി വെച്ചാണ് അവന് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ബിസ്മില്ലാ ബാത്ത് കണ്ടപ്പോൾ അവന് അത് നിസ്സാരമായിട്ട് തോന്നി. ചിക്കൻ കിട്ടിയാൽ കൊള്ളാമുണ്ട്. അത് നമുക്ക് അടുത്ത ഒരു റെസ്റ്റോറൻറ്റ് പിടിക്കാം. ഇനി അടുത്ത നോൺ വെജ് റെസ്റ്റോറൻറ്റിൽ ആർക്കെങ്കിലും വരണമെങ്കിൽ നമുക്ക് ചിക്കൻ പിടിക്കാം. ഇപ്പം നീ വെജ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. നിങ്ങൾ പഴയ ജെയിംസിനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അതാണ് ഞാൻ നിന്നെ വിളിച്ചത്. ഇവൻ നിസ്സാരക്കാരനൊന്നും അല്ല. ഇവൻ കൊല്ലം DSPയോ DJIPയോ ACPയുടെ മോനാണ്. കൊല്ലത്തിലെ ACPയുടെ മോനാണ്. അങ്ങനെ ചെറിയ ടീംസ് ഒന്നും അല്ല, ഹൈ ലെവൽ ടീംസാണ്. എൻ്റെ ഈ ഇതെന്തുവായിരുന്നു? ബിസ്മില്ലാ ബാത്ത് വിത്ത് പപ്പഡ്. ബിസ്മില്ലാ ബാത്തും കൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത ഐറ്റം വന്നതായിരിക്കും. 4 ഐറ്റം കംപ്ലീറ്റ് ആയി. 20 ഐറ്റം ഈ റേറ്റിൽ എനിക്ക് തോന്നുന്നില്ല എന്നെ കൊണ്ട് പറ്റുമെന്ന്. അത് നെഗറ്റീവ് അടിക്കുമല്ല, ബട്ട് കണ്ട റേറ്റിലെല്ലാം പോയാൽ പോലെ പുള്ളിങ് അത്ര ഇല്ലെന്ന് എനിക്കറിയത്തില്ല. എങ്ങനെ ഇത് കൊതി വരാതെ സൈഡിൽ നിന്ന് ഇത് കഴിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന മനസ്സിലാകുന്നില്ല. ബോയ്സ് എനിക്ക് ഇവൻ്റെ കഴിക്കുന്ന കാണുമ്പോൾ എനിക്ക് കഴിക്കാൻ തോന്നുന്നു. അങ്ങോട്ട് ഞാൻ നോക്കുന്നില്ല, ഞാൻ നിങ്ങളെ നോക്കിക്കൊണ്ടാണ് പറയുന്നത്. ആ 2ാമത്തെ ഐറ്റം തീർന്നോ? 4ാമത്തെ ഐറ്റം തീരാറായെങ്കിൽ പറയണം. ഏകദേശം അവൻ്റെ മൈസൂർ മസാല ദോശ തീരാറായി. ഇനി ഇതും കൂടെ തീർന്നാൽ ഇതിനു മുമ്പ് വേറെയും കൂടെ വന്നായിരുന്നെങ്കിൽ തീർക്കായിരുന്നു. അല്ല, നമുക്ക് ബിസ്സല്ലപ്പോൾ നീ കഴിക്കുന്നില്ല. അത് ലാസ്റ്റ് കഴിക്കാം. പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ ടേസ്റ്റ് നല്ലതായിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലോ. അവിടെ ഒരിക്കലും നമ്മൾ അതിനെ ജഡ്ജ് ചെയ്യാൻ പാടില്ല ലുക്ക് വെച്ച്. മസാല മാറ്റി വെച്ചാണോ? ഏതാ ഇതിൻ്റെയോ? അത് കഴിക്കുന്നില്ലേ? ഞാൻ പണ്ട് അത് നീ ആദ്യത്തെ മസാല ദോശ കാണിച്ചല്ലോ പണ്ട്. അല്ല, ഞാൻ പറയട്ടെ, പണ്ടത്തെ ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ നോൺ വെജ് കഴിക്കാറില്ല, വെജിറ്റേറിയൻ കഴിക്കാറില്ല, നോൺ വെജ് ആയിരിക്കും കൂടുതൽ. ഇപ്പൊ ഇവിടെ കാനഡയിൽ എത്തിയപ്പോഴത്തേക്ക് ഏതെങ്കിലും കിട്ടിയാൽ അതിനുള്ള അവസ്ഥയാണ്. നീ ഇപ്പൊ കഴിക്കുന്നത് ഇവിടുത്തെ ശരാശരി ഒരു സ്റ്റുഡന്റിന് കിട്ടുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. മസാല ദോശയിൽ നിന്ന് മസാല മാറ്റിയാൽ പിന്നെ അത് വെറും ദോശയായി പോകുമല്ലോ. അപ്പോൾ അത് മസാല കഴിക്കണ്ടേ? അതിന് പേര് മസാല ദോശ എന്ന് പറയുമ്പോൾ മസാല വരുന്നതുകൊണ്ടാണ്. ചിക്കൻ എന്ന് പറയുമ്പോൾ ചിക്കൻ എന്ന് പറയുമ്പോൾ പറ പോരട്ടെ. അല്ലല്ല, കുഴപ്പമില്ല, പറയട്ടെ. ചിക്കൻ എന്ന് പറയുമ്പോൾ ചിക്കൻ്റെ എല്ല് കളയുന്ന പോലെയാണ് നീ ഉദ്ദേശിച്ച മസാല ദോശ. അതെ, മനസ്സിലായില്ല. നല്ല കമ്പാരിസൺ ആണ്. ബോയ്സ് 20 മിനിറ്റ് ആകാറായി. ഇവൻ ഇപ്പോൾ 5ാമത്തെ ഐറ്റത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ അവന് അടുത്ത ഐറ്റത്തിന് വെയിറ്റ് ചെയ്യാം, പക്ഷെ അത് അടുത്ത ഇതിന് റെഡി ആയിട്ടില്ല. സോ ബെസൽ ബാത്ത് വിത്ത് പപ്പഡ് അതായിരിക്കും അവൻ ട്രൈ ചെയ്യാൻ പോകുന്നത്. കമോൺ, അടുത്ത ഐറ്റം വരുന്നുണ്ട്. ഇതിൻ്റെ പേര് ബെസ്ബൽ വിത്ത് പപ്പഡ്. അതവൻ കഴിക്കുന്നില്ല. അടുത്ത ഐറ്റം വരുന്നുണ്ടെന്നാണ് പറയുന്നത്. സോ സെപ്പറേറ്റ് ആയിട്ട് പൗഡർ കൊണ്ടുവന്നിട്ട് പൊടി ഇഡ്ഡലി കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് ഡെസേർട്ട് ഓർഡർ ചെയ്തായിരുന്നു. എനിക്ക് തോന്നുന്നു അവർ ഡെസേർട്ട് അല്ല, ആദ്യം ഞാൻ പറഞ്ഞായിരുന്നു ആദ്യം മെയിൻ ഐറ്റംസ് കൊണ്ടുവരട്ടെ. ഇത് അതിലൊക്കെ കൂട്ടായിരുന്നു. എന്നാലും അതിലൊരു വെറൈറ്റി പിടിക്കണം. നമുക്ക് കുറെ വെറൈറ്റി ഫുഡ് നീ കഴിച്ചില്ല ഇപ്പോൾ. കിട്ടിക്കാച്ചു. ഇപ്പൊ നീ മറ്റേ ബജ്ജി കഴിച്ചു, 2 വെറൈറ്റി ദോശ കഴിച്ചു, ഈ മറ്റേ ഗുണ്ട പോലത്തെ സാധനം അതിനെ പറയുന്നത് എനിക്ക് അറിയത്തില്ല, ദോശയുടെ ഗുണ്ട കഴിച്ചു, പിന്നെ ഇപ്പോൾ ഇഡ്ഡലി കഴിക്കുന്നു. ഇതൊക്കെ മിക്സ് ചെയ്ത് അതൊക്കെയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഞാൻ ചെയ്ത് തരണോ? പൊടി ഇഡ്ഡലി എന്ന് പറയുമ്പോൾ പൊടി ഇടണമല്ല, ചുമ്മാ നമുക്ക് എല്ലാത്തിലും ഓരോന്ന് ഇടാം. ഓക്കെ,
സപ്പോസ് എനിക്ക് തോന്നുന്നത് ഇത് വെണ്ണയാണെന്ന്. എണ്ണ കുറച്ചിടുക. ഇത് ചമ്മന്തിപ്പൊടി, അവസാനം പൊടി. സപ്പോസ് അതിൻ്റെ ഉള്ളിൽ തന്നെ അടുത്ത ഐറ്റം വന്നിട്ടുണ്ട്. This is puri. സപ്പോസ് അടുത്ത ഐറ്റം വന്നിട്ടുണ്ട്. ഇത് കഴിക്കുന്നില്ലല്ലോ ഇപ്പോൾ, നീ ആദ്യം അത് തീർത്തോ. സോ അടുത്ത പൂരിയും സബ്ജിയും വന്നിട്ടുണ്ട്. നല്ല ചൂട് ക്രിസ്പി പൂരി വിത്ത് ഗ്രേവിയാണ്. ഇഡ്ഡലി നല്ല സോഫ്റ്റ് അല്ലേ? കൊള്ളാം. നല്ല ഇഡ്ഡലി. ആ പൊടിയും സെപ്പറേറ്റാണ് തരുന്നത്, അപ്പോൾ നിങ്ങൾക്ക് മിക്സ് മാച്ച് ചെയ്തിട്ട് കഴിക്കാൻ പറ്റും. ചട്നി വേണം ട്രൈ ചെയ്യാൻ കണ്ടിട്ടില്ല എല്ലാ ചട്നിയും. കാരണം ചിലപ്പം വയറ്റിൽ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ടാക്ടിക്സ് ആയിരിക്കും ചട്നി കഴിക്കാതിരിക്കുന്നത്. ഇതും തെറ്റില്ല. നൈസായിട്ട് ചെറിയ ചെറിയ ഐറ്റംസ് മാറ്റി വെക്കുന്നുണ്ട് നമ്മൾ കാണാതിരിക്കാൻ വേണ്ടി, പക്ഷെ ഞാൻ പൊക്കുന്നുണ്ട്. സോ ഇപ്പം 1, 2, 3, 4ാമത്തെ ഐറ്റം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് കഴിഞ്ഞ് അവൻ പൂരി കഴിച്ചാൽ അതും കൂടെ കഴിഞ്ഞാൽ 5 ഐറ്റമായി. ഇനി ഒരു 5ാമത്തെയാണ് അല്ലേ? 5ാമത്തെ ഐറ്റം, സോറി, 1, 2, 3, 4, 5ാമത്തെ ഐറ്റം ഇത് ചെയ്യുന്നത്. പൂരി കഴിച്ച 6ാമത്തെ ഐറ്റമായി. അവർ ഡെസേർട്ട് കൊണ്ടുവന്നായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കേൾക്കായിരുന്നു. ഭയങ്കരല്ലോ. ഇനി നീ സൗത്ത് ഇന്ത്യൻ ഫുഡ് ക്രേവ് ചെയ്യാൻ പാടില്ല. 2 ആഴ്ചത്തേക്ക് ഇനി സൗത്ത് ഇന്ത്യൻ ഫുഡ് കഴിഞ്ഞാൽ പേടിക്കണം. ആദ്യത്തെ 4 ഐറ്റം അവൻ ആദ്യത്തെ 3 ഐറ്റം അവൻ 5 മിനിറ്റിന് മുമ്പേ തീർത്തത്. ഇപ്പം നല്ല സമയം എടുക്കുന്നുണ്ട്, അരമണിക്കൂർ ആകാറായി. ഒരു ഇഡ്ഡലി വെച്ചുകൊണ്ടിരിക്കുക. നമുക്കത് പിന്നെ തിരിച്ചു വരാൻ വേണമെങ്കിൽ പൂരിലോട്ട് പോയിട്ട് ഒരു വെറൈറ്റി പിടിച്ച്. This is sambar vada. ഒരു സൗകര്യം കൊടുക്കത്തില്ല പാവത്തിന്. അടുത്ത സാമ്പാറോടെ ഇതിലെ ലാസ്റ്റ് 1, 2, 3, 4, 5, 6, 7, 8 2 ഐറ്റം കൂടെ ഉണ്ട്. 2 ഡെസേർട്ടും കൂടെ ഉണ്ട്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് 2 ഐറ്റം ഡെസേർട്ട്. സോ നിന്റെ ലാസ്റ്റ് നീ പറഞ്ഞില്ലേ ഡെസേർട്ട്? Famous aha. And this is bala. ഇത് ഇവിടുത്തെ ഫേമസ് ഡെസേർട്ടാണ് ആഹാ, റൈറ്റ്? ജുന്നു. അതും പിന്നെ അതും 2 ഐറ്റം ഞാൻ ചെറുതാക്കി തന്നില്ല നിനക്ക്, ഈസിയാക്കി തന്നില്ലേ? അത് ഞാൻ ആദ്യം ഓർഡർ ചെയ്തോണ്ട് 2 ഐറ്റം 2 ഈസിയാക്കി കൊടുത്തിരിക്കുക. ഇവൻ ഈ 3 ഐറ്റം കൂടെ കംപ്ലീറ്റ് ചെയ്താൽ, എല്ലാത്തിലും പ്രോട്ടീൻ ഉണ്ടായിരുന്നെങ്കിൽ പ്രോട്ടീൻ ഉണ്ടായിരുന്നെങ്കിൽ 2 ഐറ്റം പോലും നീ കംപ്ലീറ്റ് ചെയ്യത്തില്ല, അറിയാം? നിനക്ക് അത്രയും പോലും പറ്റില്ല. ഇത്രയും തീർത്ത് നീ പ്രോട്ടീൻ ഇല്ലാത്തതുകൊണ്ട്. സോ അവൻ ലാസ്റ്റ് ഒരു 1/4 ഇഡ്ഡലി കൂടെ ബാക്കിയുള്ളൂ. അതും കൂടെ കഴിഞ്ഞാൽ അവൻ്റെ ഇഡ്ഡലി തീരാറായി. പിന്നെ നമ്മൾ അടുത്ത ഐറ്റത്തിലോട്ട് പോയിരിക്കും. അരമണിക്കൂറുണ്ട് ഇനിയും. അപ്പോൾ ഇനഫ്, മോർ ദാൻ ഇനഫ് ടൈം ഉണ്ട് 10 ഐറ്റം തീർക്കാൻ വേണ്ടി. എണ്ണിയെന്ന് പറഞ്ഞ് ഐറ്റം കൂടാൻ പോകുന്നില്ല, കഴിച്ചാലേ കൂടത്തുള്ളൂ. എന്ത് തോന്നുന്നു? ശരിയാവില്ല. ഇഡ്ഡലി ശരിയാവില്ലേ? ആരും പറഞ്ഞു നിന്നോട്? ഞാൻ ഇപ്പോഴും ബെസ്റ്റല് ഇപ്പോഴും ബാക്കിയുണ്ട്. ബിസ്ബെല്ല ബിസ്ബെല്ല ഇപ്പോഴും ഇരിപ്പുണ്ട് മെനുവിൻ്റെ അവിടെ. സോ അങ്ങനെ എൻ്റെ 5ാമത്തെ ഐറ്റം കംപ്ലീറ്റ് ആയിരിക്കുവാണ്. എന്ത് വേണം? സോ ഡയറക്റ്റ് മതിലെടുത്ത് പോവുക. ഞാൻ പറയുന്നത് അവസാനത്തേക്ക് വെച്ചേക്കും. ഇതെന്തായാലും നിനക്ക് ഇനി 3 ഐറ്റം ഹെവി ആയിട്ട് തീർക്കാനുണ്ട്. എൻ്റെ ബെസ്ബെല്ല എനിക്ക് ബെസ്ബെല്ല വേണ്ട. ബെസ്ബെല്ല തീർത്താലേ നീ 10 ആയിട്ട് തീർത്തുള്ളൂ. ഈ ടേബിളിലെ 10 ഐറ്റം തീർത്താലും ഇനി അടുത്ത ഐറ്റം ഓർഡർ ചെയ്യാൻ പറ്റൂ. ഇത് ഒട്ടും വേണമെന്ന് ഞാൻ പറയുന്നത്. സാമ്പാർ വട കുറച്ച് ഹെവി ആയിരിക്കും. കഴിച്ചു വന്നാലും നിന്നെ നിരാശപ്പെടുത്താൻ വേണ്ടിയല്ല, നിന്നെ കൊണ്ട് പറ്റും, നിന്നെ കൊണ്ട് പറ്റണം. കഴിച്ചു ഉറക്കം വരുന്നു. കുറച്ച് കഴിച്ച് ഛർദിൽ വരുന്ന ആളായിട്ട് കേൾക്കും, അതിനൊക്കെ ഉറക്കം വരുന്ന ആളായിട്ട്. ഓക്കെ, ഞാൻ നിനക്ക് എന്തായാലും ഇവൻ ബിസ്ബെല്ല തീർക്കാൻ പോകുന്നില്ലെന്ന് എനിക്ക് എന്തായാലും ഉറപ്പായി. തീർക്കത്തില്ലല്ലോ. പക്ഷേ നിങ്ങൾക്ക് പൂരി കംപ്ലീറ്റ് ചെയ്താൽ 10 ഐറ്റമായിട്ട് കൂട്ടാം. ഓക്കെ, നോക്കാം. ബിസ്ബെല്ല ഇവനെ കൊണ്ട് പറ്റില്ല, കാരണം ഇത് കണ്ടാൽ തന്നെ അറിയാം ഹെവിയാണ്. ഓൾറെഡി ഇവൻ ഛർദ്ദിക്കുന്ന ലെവലെത്തി. ഇനി കൂടുതൽ തള്ളി കയറ്റിയാൽ പുറത്തോട്ടായിരിക്കും കൂടുതൽ വരാൻ പോകുന്നത്. അത്രയും കാട്ടിയാണ്. 6 പാക്ക് വയറായിരുന്നു, ഇപ്പോൾ ഫാമിലി വയറാണ്. അതും കൂടെ കുറയ്ക്കാൻ പറ്റുമോ? അത് കാര്യം ചെയ്യും, ഒന്നും കുറയ്ക്കണ്ട, ഇതും കഴിക്കണ്ട, അതും കഴിക്കണ്ട, ഒന്നും കഴിക്കണ്ട, ഇവിടെ തീർത്താലോ. കമോൺ, സമയമുണ്ട് നിനക്ക്. ഇനി അത്യാവശ്യം എത്ര 20 മിനിറ്റ് കൂടുതലുണ്ട്. ഈ സമയം എടുത്ത് പതിയെ നിനക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ നടക്കണോ, കുറച്ചുകൂടെ എക്സസൈസ് ചെയ്യണോ, ജമ്പിങ് ജാക്ക് ചാടണോ, പുറത്ത് ഓടിയിട്ട് വരണോ? തണുപ്പാണെങ്കിലും കുഴപ്പമില്ല, പുറത്ത് ഓടിയിട്ട് വരണോ? ഇരുട്ടത്തെ വെളിയിറങ്ങരുത് നമ്മ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് തണുപ്പ് കൊണ്ടാ ഇതൊക്കെ മാറും, ക്ഷീണമൊക്കെ മാറും. മതി. പറ്റില്ല,
എടാ $50. ഇതിപ്പോ എത്രയായി കാണും? $100 ആഹാരം കഴിച്ചു കാണും ഇപ്പൊ. അത് നീ കൊടുക്കണ്ട, അത് നീ പേടിക്കണ്ട. 100 നീ എത്ര, എൻ്റെ കയ്യിൽ നിന്ന് കുറേ പൈസ പോയി, അത് നോക്കണ്ട നീ. ആർക്ക് നഷ്ടമായി? എനിക്ക് കുഴപ്പമില്ല, എനിക്ക് മതിയായിരുന്നു. നീ ഫുൾ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യണം, അതാണ് എനിക്ക് വേണ്ടത്. നീ ഫുഡ് കഴിക്കണം, എൻ്റെ $50 മേടിച്ചോണ്ട് പോകണം, അതാണ് എനിക്ക് വേണ്ടത്. എൻ്റെ ആദ്യത്തെ ഇതായതുകൊണ്ട് നീ ജയിക്കണമെന്നാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. കമോൺ, നീ 20 എണ്ണം കഴിക്കാൻ പറ്റും, ഞാൻ ഇപ്പോൾ ഓർഡർ ചെയ്യാം. ഒരു 2 മസാല ചൂട് പറഞ്ഞാലോ? എനിക്കിത് മതിയായി, ഇത് മതിയായി. എടാ സമയമുണ്ട്, നീ അങ്ങനെ മതിയാന്ന് പറയേണ്ട ആവശ്യമില്ല. 27 നീ തുടങ്ങിയത്, ഇപ്പം ഇത്ര നിനക്ക് ഇനിയും ഒരു 15-20 മിനിറ്റ് ഉണ്ട്. സമയം ഞാൻ കൂട്ടിത്തരാം, അത് കുഴപ്പമൊന്നുമില്ല. 5 മിനിറ്റ് കൂട്ടിത്തരാം. ഇതിപ്പോ എത്ര 5 പേർക്കുള്ള ആഹാരം കഴിച്ച്. കുറച്ച് ഉറങ്ങണോ? 10 മിനിറ്റ് ഞാൻ വിളിക്കാം അലാറം വെച്ച്. കമോൺ, ഇത് കഴിക്കണ്ട, ഇത് പുഴി. എന്തിപ്പോ തോന്നുന്നത്? ഉള്ളത് പറഞ്ഞാൽ ഉള്ളത് അൺസെൻസർഡ് ആണെങ്കിൽ പറയണ്ട, സെൻസർഡ് ആണെങ്കിൽ പറയാം. അതായിരുന്നു. വയറിനറിഞ്ഞു ഗൈസ്, എനിക്ക് മതിയായി, ഇനി പോത്തില്ല, വയറൊക്കെ വലിഞ്ഞു തുടങ്ങി. സോ ബോയ്സ്, അൺഫോർച്ചുനേറ്റ്ലി പയ്യനെ കൊണ്ട് പറ്റിയില്ല. അവൻ 1, 2, 3, 4, 5 6ാമത്തെ ഐറ്റം 7ാമത്തെ ഐറ്റം വരെ കംപ്ലീറ്റ് ചെയ്തു. ബട്ട് ഇതും പറ്റുമല്ലോ, പറ്റുമെങ്കിൽ. ഇല്ല, അവനൊക്കെ കുടിക്കുന്ന ഒരു സംഭവം വേണ്ട. അങ്ങനെ അവൻ 7 ഐറ്റംസ് കംപ്ലീറ്റ് ചെയ്ത് ചാലഞ്ച് ഒഫീഷ്യലി തോറ്റിട്ടിരിക്കുകയാണ്. 7 പകുതിയായി, സാമ്പാർ വടയിൽ എത്തിയപ്പോൾ അവൻ നിന്നുപോയി. ആൻഡ് നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ്, എൻ്റെ ഫസ്റ്റ് ആയിരുന്നു, നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇനിയും ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ അടുത്ത ചാലഞ്ചിൽ ഞാൻ DM ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒന്നെങ്കിൽ പറയുന്നതായിരിക്കും, എവിടെയെങ്കിലും സ്റ്റോറി ഇടുന്നതായിരിക്കും. നിങ്ങളുള്ള കഴിക്കുക, കാണുക, പിന്നെ സ്റ്റോർ ആയിരുന്നു. ആഹാ എന്ത് ടേസ്റ്റ്, അത് അങ്ങനെ പറയാം. ഞാൻ കൈയടി കൊടുത്തു. സോ ആഹാ റെസ്റ്റോറൻ്റ് ആണ് ടൊറോണ്ടോയിൽ, നിങ്ങൾ വന്ന് ചെക്കൗട്ട് ചെയ്യുക, ഇപ്പോൾ കാണിച്ച എല്ലാ മെനുവും. ആൻഡ് ഇറ്റ് വാസ് സോ വർത്ത് ഇറ്റ്. അത്രേ ഉള്ളൂ. പീസ്.